ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ വനിതകൾക്ക് സുപ്രധാന പങ്കെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗുജറാത്തിൽ ലഖ്പതി ദീദികളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ ശാക്തീകരണത്തിനായി തുല്യ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ലഹരിമരുന്ന് ഉപയോഗം തടയാൻ രൂപീകരിച്ച ഡി ഹണ്ട് യോദ്ധാവ് പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ശക്തമാക്കുമെന്ന് കേരള പോലീസ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടത്തിനായി നാളെ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ദേശീയ, വംശീയ, ഭാഷാ, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ അതിരുകൾക്കപ്പുറത്ത് സ്ത്രീകൾ നേടിയ നേട്ടങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണിത്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തെ വനിതകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്ത്രീകളുടെ വികസനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. हमारी बेटियां विकसित भारत के सपने को साकार करने में अपना पूरा योगदान दे रहे। इसके लिए जरूरी है कि समाज उन्हें आगे बढ़ने के लिए और भी अच्छा वातावरण प्रदान करे। उन्हें एक ऐसा वातावरण मिलना चाहिए जिसमें वे बिना किसी दबाव या भय के अपने जीवन के बारे में स्वतंत्र निर्णय ले सके। हमें एक ऐसा आदर्श समाज का निर्माण करना चाहिए जहां कोई भी बेटी या बहन किसी भी समय कहीं भी अकेला जाने में और कहीं भी रहने में डरे नहीं. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആശംസകൾ നേർന്നു. സ്ത്രീകൾ സമൂഹത്തിന്റെ നട്ടെല്ലാണെന്നും അവരുടെ പ്രതിരോധശേഷി, സമർപ്പണം, നേതൃത്വം എന്നിവയാൽ പരിവർത്തനാത്മക മാറ്റത്തിന് നേതൃത്വം നൽകുന്നവരാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സ്ത്രീകളെ വണങ്ങി. വിവിധ പദ്ധതികളിലൂടെയും പരിപാടികളിലൂടെയും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഗുജറാത്തിലെ നവ്സാരി ജില്ലയിൽ നടന്ന ലഖ്പതി ദീദി പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ലഖ്പതി ദീദികളുമായി അദ്ദേഹം സംവദിച്ചു. ഗുജറാത്ത് സർക്കാരിന്റെ ജി സഫൽ, ജി മൈത്രി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി തുല്യാവസരങ്ങളും അവകാശങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് വനിതാദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുസമൂഹത്തിന്റെ ശക്തമായ പിന്തുണയോടുകൂടി മാത്രമേ ഈ ലക്ഷ്യം വിജയത്തിലെത്തുകയുള്ളൂവെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 2024 വനിതാരത്ന പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. ICDS പദ്ധതി പ്രവർത്തനത്തിൽ മികവ് പുലർത്തിയവർക്കുള്ള അവാർഡുകളും ഇന്ന് വിതരണം ചെയ്യും. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സാന്നിധ്യം ശക്തമായും ദൃശ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ വനിതാ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി GS ആകാശവാണി വാർത്തകളോട്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുകയാണ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സമാനമായ അവകാശങ്ങളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ഊർജിതമാക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ വനിതാ ദിനത്തിൽ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ ചിരപരിചിതയാണ് മുൻ MLA കൂടിയായ മാലേത്ത് സരളാദേവി. തിരക്ക് പിടിച്ച തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിലും ക്യാൻസർ രോഗികൾ അടക്കം ആയിരക്കണക്കിന് നിർധന രോഗികൾക്ക് സാന്ത്വനമേകുകയാണ് സരളാദേവി ടീച്ചർ. പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിഎസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം RCC, ശ്രീചിത്ര തുടങ്ങിയ ആശുപത്രികളിലേക്ക് പോകേണ്ടവർ സഹായം ചോദിച്ച് ഇടയാറന്മുളയിലെ മാലേത്ത് വീട്ടിലെത്തിയാൽ രോഗിക്കൊപ്പം സ്വന്തം കാറിൽ സ്വന്തം ചിലവിൽ പോവുക മാത്രമല്ല, അന്നത്തെ ചികിത്സ പൂർത്തിയാക്കി മടങ്ങും വരെ കൂട്ടിരിപ്പും തുടർ ചികിത്സയ്ക്ക് തന്റെ വാഹനം വിട്ടു നൽകുകയും ചെയ്യും ഈ മനുഷ്യസ്നേഹി.
ആരോഗ്യമുള്ള നാൾ വരെ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നാൽ കഴിയും വിധം സഹായിക്കുമെന്ന് പറയുന്ന ഈ 78കാരി ഇച്ഛാശക്തി കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാൻ ഏതൊരു സ്ത്രീക്കും കഴിയും എന്ന സന്ദേശമാണ് പകർന്നു നൽകുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതകൾക്കായി ഇന്ന് സൌജന്യ സിനിമാ പ്രദർശനമൊരുക്കുന്നു. മനോജ് കുമാർ സംവിധാനം ചെയ്ത പ്രളയശേഷം ഒരു ജലകന്യക എന്ന ചിത്രത്തിന്റെ ഇന്നത്തെ മാറ്റിനി പ്രദർശനമാണ് സ്ത്രീകൾക്കായി സൌജന്യമാക്കിയത്. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിവിധ ജില്ലകളിലെ 94 തിയേറ്ററുകളിലായി സ്ത്രീകൾക്ക് സെക്കൻഡ് ഷോ സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ടൌൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പുരോഗമിക്കുന്നു. 3ാം ദിവസമായ ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പ്രമേയ അവതരണവും ചർച്ചയുമാണ് നടക്കുന്നത്. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയ്ക്കുള്ള മറുപടിയും ഇന്നാണ്. ദേശീയ വിഷയങ്ങളിൽ പ്രകാശ് കാരാട്ടും സംസ്ഥാന വിഷയങ്ങളിൽ MV ഗോവിന്ദനും മറുപടി നൽകും. ലഹരിമരുന്നിന്റെ വിതരണവും ഉപയോഗവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച ഡി-ഹണ്ട് യോദ്ധാവ് പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ശക്തമാക്കുമെന്ന് ADGP മനോജ് എബ്രഹാം. ഡ്രഗ്സിന്റെ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും കംപ്ലൈന്റോ സഹായമോ റീഹാബിലിറ്റേഷൻ നടത്തുന്ന ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. ഈ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ കൺസേൺ ജില്ലാ പോലീസ് സൂപ്രണ്ട് അടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി അയച്ച അതിനകത്ത് നടപടിയുണ്ടാവും. നിങ്ങളുടെ ഒരു അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്യത്തില്ല. നിങ്ങളുടെ ഇൻഫർമേഷൻ ടോട്ടലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. പക്ഷെ ആ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് പോലീസിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നടപടിയെടുക്കാനുള്ള കാര്യക്ഷമമായിട്ട് പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തിലുണ്ടാവും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വിവരങ്ങൾ നൽകാം. നമ്പർ 9995966666. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 8040 രൂപയും പവന് 64,320 രൂപയുമാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 FC ഗോവയും മോഹൻ ബഗാനും തമ്മിലാണ് പോരാട്ടം. ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ നാളെ നടക്കും. ഉച്ചയ്ക്ക് 2:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. സെമി പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയായിരുന്നു കിവീസിന്റെ ഫൈനൽ പ്രവേശം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെയും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെയും ഭാഗമായി മാവേലിക്കരയിലെ AR രാജരാജവർമ്മ സ്മാരകത്തിൽ ഇന്ന് പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി V ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. അക്ഷര ശ്ലോക കളരി, പ്രഭാഷണം, നാടൻപാട്ട് സന്ധ്യ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. കോഴിക്കോട് ലഹരി വസ്തു എന്ന് സംശയിക്കുന്ന പദാർത്ഥം വിഴുങ്ങിയ നിലയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ആൾ മരിച്ചു. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി ഷാനിദാണ് മരിച്ചത്. പോലീസിനെ കണ്ടതോടെയാണ് ഇയാൾ പദാർത്ഥം വിഴുങ്ങിയത്. കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിൽ പള്ളിലാങ്കര LP സ്കൂളിന് സമീപം ഗോഡൌണിന് തീപിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. 2 വാഹനങ്ങൾ കത്തിനശിച്ചു. ആളപായമില്ല. കിഴക്ക് നിർമ്മാണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. വോട്ടർമാർക്ക് ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അടുത്ത 3 മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സാങ്കേതിക വിദഗ്ധരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം. അടുത്ത 3 മാസത്തിനുള്ളിൽ വോട്ടർമാർക്ക് സവിശേഷ തിരിച്ചറിയൽ നമ്പർ ലഭ്യമാക്കുമെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതി പ്രകാരം ആലപ്പുഴ വാരനാട് ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി P പ്രസാദ് നിർവഹിക്കും. വൈകുന്നേരം സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല അധ്യക്ഷയാകും. ശിശു സൌഹൃദ കളിയിടങ്ങൾ ഒരുക്കുക എന്നതാണ് വർണ്ണക്കൂടാരം മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ വനിതകൾക്ക് സുപ്രധാന പങ്കെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ.
ഗുജറാത്തിൽ ലഖ്പതി ദീദികളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ ശാക്തീകരണത്തിനായി തുല്യ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ലഹരി മരുന്നുപയോഗം തടയാൻ രൂപീകരിച്ച ഡി ഹണ്ട് യൂത്ത് പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ശക്തമാക്കുമെന്ന് കേരള പോലീസ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടത്തിനായി നാളെ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.